അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒരു 4 നമ്പറും കൂട്ടുമ്പോൾ ഒരു 4 നമ്പറും കൂട്ടുമ്പോൾ 22 കിട്ടുന്ന ഒരു ഐഡിയ ആണ്. അതല്ലേ ഇപ്പോൾ 5 5 10 19 3 22 ഇതല്ലേ 44 95 എന്ന് പറയുമ്പോൾ 8ഉം 9ഉം, അതായത് 4 4 8 8ഉം 9ഉം 17 17ഉം 5ഉം 22. ഇങ്ങനെ 22 കൂട്ടിയാൽ കിട്ടുന്ന 4 അക്ക നമ്പറുകളുടെ പ്രത്യേകത. ഓക്കെ, അതുപോലെ ഒരു 4 നമ്പറും കൂട്ടുമ്പോൾ 13 കിട്ടുന്ന നമ്പറുകൾ. ഓക്കെ, ഒരു 4 നമ്പറും കൂട്ടുമ്പോൾ 13 ഇതല്ലേ 0904, അതായത് 9 4 എത്ര 13 അപ്പൊ 22ഉം 13ഉം പിന്നെ 31 കൂടി ഉണ്ട്. ഒരു 4 നമ്പറും കൂട്ടുമ്പോൾ 31 കിട്ടുന്ന നമ്പറുകൾ. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോണത്. അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു ഐഡിയ മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത്. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഒരു 13 എന്ന് പറഞ്ഞൊരു 2 അക്ക നമ്പറിനെ എത്ര പ്രാവശ്യം തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും? ഒരു 2 അക്ക നമ്പറിനെ 2 പ്രാവശ്യം നമുക്ക് തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റുള്ളൂ. 13 അത് കഴിഞ്ഞാൽ 31. ഒരു 3 അക്ക നമ്പർ ആണെങ്കിലോ, ഇപ്പോൾ ഒരു 136 എന്ന് പറഞ്ഞൊരു നമ്പർ, ഒരു 3 അക്ക നമ്പർ ആണെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും? ഒരു 3 അക്ക നമ്പറിന് 6 പ്രാവശ്യം തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും. അതൊരു 4 അക്ക നമ്പർ ആണെങ്കിലോ, ഒരു 4 അക്ക നമ്പറിനെ നമുക്ക് എത്ര പ്രാവശ്യം തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും എന്ന് വെച്ചാൽ 24 തവണ തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും. ഇത് അറിഞ്ഞു വെക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. നമ്മുടെ കേരള ലോട്ടറി എന്ന് പറയുന്നത് 6 അക്ക നമ്പറാണ്. അപ്പൊ 6 അക്ക നമ്പറുകളിൽ നമ്മൾ ആരെങ്കിലും എഴുതി നോക്കിയിട്ടുണ്ട്? ഒരു 6 അക്ക നമ്പറിന് തിരിച്ചും മറിച്ചും എഴുതി കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം എഴുതാൻ പറ്റുന്ന ആരെങ്കിലും എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം. എഴുതാത്തവരാണെങ്കിൽ അത് അറിഞ്ഞു വെച്ചോ. ഈ ഒരു 6 അക്ക നമ്പറിനെ നമുക്ക് എത്ര പ്രാവശ്യം തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 6 അക്ക നമ്പറിനെ 720 പ്രാവശ്യം തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും. 720 പ്രാവശ്യം. ഒരു 4 അക്ക നമ്പറിന്റെ എഴുതാണെങ്കിൽ ഇപ്പൊ 56 43 എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ തിരിച്ചു മറിച്ച് എഴുതാണെങ്കിൽ 24 തവണ എഴുതാം. അതൊരു 5 അക്ക നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 120 തവണ തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും ഒരു 5 അക്ക നമ്പറിനെ. ഒരു 6 അക്ക നമ്പറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ നമ്പർ നമ്മൾ തിരിച്ചു മറിച്ച് എഴുതി മട്ടും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 720 തവണ ആ നമ്പറിനെ തിരിച്ചു മറിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതേസമയം ഒരു 6 അക്ക നമ്പറിൽ ഒരേ നമ്പർ 2 എണ്ണം വന്നു എന്ന് വിചാരിക്കാം. ഒരേ നമ്പർ 2 എണ്ണമൊക്കെ വരില്ല. ഇപ്പൊ ഇതിൽ തന്നെ കണ്ടില്ലേ 4 എന്ന് പറഞ്ഞ നമ്പർ 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ കൂടുതൽ വരും തോറും അതിന്റെ എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ 21 92 ഇതിൽ 2 തവണയുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ ഒരു 4 അക്ക നമ്പറിന് എന്ത് ചെയ്യാം? 24 തവണ എഴുതാം. പക്ഷെ ഇതിൽ 2 തവണ വന്നതുകൊണ്ട് 12 പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതുപോലെ 2 വട്ടം വന്നതുകൊണ്ട് 12 തവണ അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് 6 അക്ക നമ്പറിൽ ഇതുപോലെ ഒരു 2 നമ്പർ കയറി വന്നാൽ, ഒരേ നമ്പർ തന്നെ 2 ഉണ്ടെങ്കിൽ 360 പ്രാവശ്യം മാത്രമേ നമുക്ക് ആ നമ്പറിനെ എഴുതാൻ പറ്റുള്ളൂ, തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതേ നമ്പർ ഇപ്പൊ ഒരു ഇതില് എന്താ പറയാ, ഇപ്പൊ ഒരു 3 4 വന്നു. ഓക്കെ, ഇപ്പൊ രണ്ട് നമ്പർ വന്നാൽ 360. ഒരു 3 എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 180 തവണ തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും. അതൊരു 4 എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് 120 ആയി മാറും. പിന്നെ 120 തവണ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ 5 എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറും 30 പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നമ്പർ കൂടും തോറും നമുക്ക് തിരിച്ചു മറിച്ചും എഴുതുന്നതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അറിഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് ഇനി അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. എത്ര വലിയ നമ്പർ ആയാലും എത്ര തവണ തിരിച്ചു മറിച്ച് എഴുതാന്നുള്ളത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു 4 അക്ക നമ്പർ ആണെങ്കിൽ 24 തവണ നമുക്ക് എഴുതാൻ പറ്റും, 24 തവണ തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും. അപ്പൊ ഈ 4 അക്ക നമ്പർ ആണെങ്കിൽ 4 തുടങ്ങുക. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അടിച്ചു കഴിഞ്ഞാൽ, 1 അടിക്കണമെന്നില്ല, അതിന് മുന്നേ 24 വരും. കണ്ട, ഒരു 4 അക്ക നമ്പർ ആണെങ്കിൽ 24 തവണ എഴുതാൻ പറ്റുന്നത് 4 ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ അവസാനിച്ച് ഇങ്ങനെ ഇൻറ്റു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതൊരു 5 അക്ക നമ്പർ ആണെങ്കിൽ 5 തുടങ്ങും. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 അടിക്കുമ്പോഴേക്കും വരും 120 തവണ. ഒരു 5 അക്ക നമ്പർ ആണെങ്കിൽ 120 തവണ നമുക്ക് തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും. ഒരു 6 അക്ക നമ്പർ ആണെങ്കിൽ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അടിക്കണമെന്നില്ല, അപ്പോൾ 720 തവണ. കണ്ടല്ലോ, ഒരു 6 അക്ക നമ്പറിനെ നമുക്ക് 720 തവണ തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഇനി വേറൊരു ഐഡിയ കൂടിയും പറഞ്ഞുതരാം. ഇതും അറിഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞൊരു ഐഡിയ മാത്രമാണ്. പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഐഡിയ പഠിപ്പിച്ചും കൊടുക്കാം. അതെന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ രസകരമായിട്ടുള്ള നമ്പറുകൾ എടുക്കുന്നുണ്ട്. അതായത് ഇപ്പോ ഒരു 1 ഇവിടെയും 2 ഇവിടെയും, അപ്പൊ 1 2 3 കണ്ട, ഇങ്ങനെ കൂട്ടി നോക്കി എടുക്കുന്ന ആൾക്കാരുണ്ടോ? ഇപ്പുറത്ത് 1 ഇപ്പുറത്ത് 2, അപ്പോൾ 1 2 3 നല്ലൊരു നമ്പർ അല്ലേ? അതുപോലെ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 3, ഇവിടെ 5 ഇടും. 2 3 5 ആണല്ലോ, 2 5 ഉണ്ട്, 2 3 ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇങ്ങനത്തെ നമ്പറുകൾ ഇപ്പൊ 3 ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 7, 3 4 7 കണ്ട,
ഇങ്ങനെയുള്ള നമ്പറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു രസകരമായ ഒരു ഐഡിയ ആണ് അത്. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് 11ന്റെ ഗുണനം, അതായത് 12 എന്ന് പറഞ്ഞ നമ്പറിനെ അല്ലെ 12 ഇൻറ്റു 11 എത്രയാന്ന് ചോദിച്ചാൽ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടണ്ടേ. 12 ഇൻറ്റു 11 എത്രയാ? കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടണം. അപ്പൊ അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഏത് നമ്പറിനെയും 11 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്താൽ മതി. 12 ഇൻറ്റു 11 ആണെങ്കിൽ 1 2 3 എടുക്കുക. 1 2 3 എഴുതിയിട്ട് ഈ 1 2 ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരമാണ്. ഇതൊരു 11ന്റെ ഗുണനമാണത്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് നമ്പറിനെ 11 കൊണ്ട് ഗുണിക്കാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ഇപ്പൊ എത്ര വലിയ നമ്പർ ആയാലും, ഇതിപ്പോ 1263, ഈ നമ്പറിനെ ഞാൻ 11 കൊണ്ട് ഗുണിച്ച് കാണിച്ചു തരാം. 1263 എങ്ങനെ ഗുണിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് 1 2 3, 2 6 8, 6 3 9. അതിനുശേഷം ഈ ഒരു 1 ഈ ഒരു 3 ഉണ്ടല്ലോ, ഈ 1 എടുത്ത് ഇവിടെ ഇടുക, 3 എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാല് 12, അതായത് 1263 ഇൻറ്റു 11. വലിയൊരു നമ്പറാണ്. നമ്മൾ 11 കൊണ്ട് ഗുണിച്ചതിന്റെ ഉത്തരമാണത്. ഓക്കെ, അപ്പൊ ഇതൊരു സിമ്പിൾ ഐഡിയ ആണ് നിങ്ങൾക്ക്. അത് ഞാൻ കാണിച്ചെന്ന് മാത്രം. അതായത് ഇത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പൊ 18 26 ഇതിനെ നമുക്ക് ഗുണിക്കാൻ പറ്റില്ല. അതായത് 11 കൊണ്ട് ഇങ്ങനെ സിമ്പിളിറ്റി കൂട്ടാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ 8 10 വരുമ്പോൾ നമുക്ക് പറ്റില്ല. 9 താഴെയുള്ള നമ്പറുകൾ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. ഓക്കെ, അപ്പൊ അത് നമുക്ക് കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഇപ്പൊ 1343 ഇതിനെ നമുക്ക് 11 കൊണ്ട് ഗുണിക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. 3 1 4, 3 4 7, 4 3 7. അതിനുശേഷം ഈ ഒരു 1 ഇവിടെ ഇടുക, ഈ ഒരു 3 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും വലിയ നമ്പറിനെ നമ്മൾ 11 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇതാണ് ഇങ്ങനത്തെ ചെറിയ നമ്പറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. 12നെ ഗുണിക്കുമ്പോൾ നമ്മൾ 1 2 3 എടുത്ത് ഇവിടെ ഇടുക, 1നെ അപ്പുറത്തിടുക, 2നെ ഇപ്പുറത്തിടുക. സിമ്പിളാണ്. ഇതൊരു 12 ഇൻറ്റു 11ന്റെ ഉത്തരമാണ്. ഇത് 23 ഇൻറ്റു 11ന്റെ ഉത്തരമാണ്. ഇത് 34 ഇൻറ്റു 11ന്റെ ഉത്തരമാണ്. ഈ 374. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലുള്ള സിമ്പിൾ ഐഡിയകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനത്തെ നമ്പറിന്റെ പിന്നിൽ ഇതാണ് ഇതിന്റെ രഹസ്യം. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. അപ്പൊ നമ്മൾ വേണമെങ്കിൽ കാണിച്ചു തരാം. 1263 ഇൻറ്റു 11 എത്രയാവുന്നുള്ളത് കണ്ടാ? 13,893. കണ്ടാ? 13,893. ഇനി 1343 ഇൻറ്റു 11 കണ്ടാ? 14, അതായത് 14,773. കണ്ടാ? 14,773. സിമ്പിൾ അല്ലേ? അതാണ് ഇതിന്റെ ഒരു 11ന്റെ ഒരു ഐഡിയ ആണത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് നമ്പറുകൾ വന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ കണ്ട, ഇവിടെ 6, അതായത് 6 1 7 കണ്ട, ഇങ്ങനത്തെ നമ്പറുകൾ ശ്രദ്ധിച്ചു വെച്ചോ. അതായത് 16 ഇൻറ്റു 11ന്റെ ഉത്തരാണിത്. 16 ഇൻറ്റു 11ന്റെ ഉത്തരാണ് 176. അതാണ് ഈ നമ്പറിന്റെയൊക്കെ പ്രത്യേകതകൾ. ഓക്കെ, അതറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്ന് മാത്രം. കണ്ടാ? 16 ഇൻറ്റു 11 176. കണ്ടല്ലോ? ഇതാണ് ഇങ്ങനെയുള്ള നമ്പറിന്റെ പ്രത്യേകത. ഇത് ഞാൻ പറഞ്ഞ മാത്രം. ഇനി നമ്മൾ ശരിക്കും പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 22ന്റെ ഐഡിയ ആണ്. 22, 13, അതുപോലെ 31. ഇതാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇപ്പൊ മെയിൻ ആയിട്ട് പറയുന്നത് 22ന്റെ കാര്യമാണ്. ഇതേ കാര്യം തന്നെയാണ് 13ലും 31ലും സംഭവിക്കുന്നത് മാത്രം. അത് നിങ്ങൾ മനസ്സിലാക്കിയോ. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 22ന്റെയാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു നമ്പർ എടുത്തോ, ഏത് നമ്പർ വേണമെങ്കിലും എടുത്തോ. അപ്പൊ 67 24 എടുക്കണം. ഓക്കെ, 67 24 എടുക്കാം. 67 24 എന്ന് പറയുമ്പോൾ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞെന്നുള്ളൊരു ഐഡിയ തന്നെയാണിത്. എങ്കിലും ഇത് ഉൾപ്പെടുത്താതെ എനിക്ക് പറഞ്ഞു തരാനും പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഐഡിയ വീണ്ടും വീണ്ടും പറയുന്നത്. ഈ ഒരു നമ്പർ ഓക്കെ, ഇതിനെ ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് മൈനസ് ചെയ്യുക. ഇതിനെ തിരിച്ചിട്ടിട്ട് 76 42 കാണിച്ചുതരാം. 76 42നെ ചെറുത്, അതായത് ഇത് വലിയ നമ്പർ ആണല്ലോ. ഇതിനെ നമ്മൾ 24 67 മൈനസ് ചെയ്താൽ നമുക്ക് ഇടുന്ന നമ്പർ 51 75. 51 75 കണ്ടല്ലോ. ഇപ്പൊ ഈ നമ്പറിന്റെ മൊത്തം ഒന്ന് കൂട്ടി വയ്ക്കുക. 5 5 10 17 18. ഈ നമ്പർ ഏത് നമ്പർ ആയാലും 18 9 ചെന്ന് അവസാനിക്കുള്ളൂ. ഏത് നമ്പർ ആയാലും കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു നമ്പർ എടുക്കാം. 63 94 എടുക്കാം. 63 94 എടുത്തു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? വലിയ നമ്പർ 96 43 എടുക്കണം.
ഏറ്റവും വലിയ നമ്പർ 9643. അതിനെ ഇതിൽ ചെറുത് മൈനസ് ചെയ്യാം. 3469, 3469. ഇവിടെ എത്ര വന്നുള്ളത്? 6174. ഇങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6174 വന്നു. ഈ നമ്പർ കൂട്ടി വയ്ക്കുക. അതായത് 7 8 4 12 മാറും 18. കണ്ട എങ്ങനെ കൂട്ടിയാലും നമുക്ക് 18ന്റെ 8 9. ഇങ്ങനെ 9ലേക്ക് എത്തുന്ന ഒരു നമ്പറുകൾ നമുക്ക് കിട്ടുള്ളൂ. ഏത് നമ്പർ ചെയ്താലും ചിലപ്പോൾ ചെറിയ നമ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ 9ലേക്ക് കിട്ടുന്ന വെറും 9 ആയിരിക്കും കിട്ടുക. ഓക്കെ, ചില നമ്പർ നമുക്ക് 27 കിട്ടും. അപ്പോഴും 7 9 തന്നെ. എന്തായാലും 9ലേക്ക് തന്നെയാണ് എത്തുക. ഇതാണ് ഇങ്ങനെ കിട്ടുന്ന നമ്പറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇപ്പം നമ്മൾ എടുത്ത നമ്പർ ഇപ്പൊ 67 24 നമ്മളെടുത്തു, 63 94 എടുത്തു. ഇനി ഈ രണ്ട് നമ്പറും നമ്മൾ എന്ത് ചെയ്യാം? ഇത് നമ്മൾ നോക്കിയിട്ടുള്ള റേഞ്ചാണ് കേട്ടോ. റേഞ്ച് എന്ന് വെച്ചാൽ അതിന്റെ അകലാണ്. ഒരു ഇത്രയും നമ്പറിന്റെ ഇടയിൽ കണ്ട 9643 3469 ഇതിന്റെ ഇടയിൽ ഇത്ര നമ്പർ ഉണ്ട്. എത്ര? 6174 നമ്പർ ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്, കാൽക്കുലേറ്റർ മെത്തേഡിൽ. നമുക്കിത് മറ്റേ ആപ്ലിക്കേഷനിൽ പോയി നോക്കി നോക്കാം. റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇതിന്റെ റേഞ്ച് എത്രയെന്ന് നോക്കി നോക്കാം. അകലം എത്ര നമ്പർ ഉണ്ട് നോക്കി നോക്കാം. നമ്മൾ ആദ്യം എടുത്ത നമ്പർ എത്രയാ? 67 24 അപ്പൊ ഇതിലെ ഏറ്റവും വലിയ നമ്പർ നമ്മൾ നോക്കിയത് 76 42 അല്ലെ? ഏറ്റവും വലിയ നമ്പർ എത്ര? 76 42 ഇതിനെ 24 67 അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് 24 67 മുതൽ ഇവിടെ 7642 ഇവിടം മുതൽ ഇവിടം വരെ എത്ര നമ്പർ ഉണ്ടെന്നാണ് ഇതിൽ എത്ര നമ്പറിൽ ജനറേറ്റ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിന്റെ റേഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ഉത്തരം എത്രയാ? 5175 5175 നമ്പർ ഉണ്ടെന്നാണ് അതിൽ കാൽക്കുലേറ്ററിൽ കിട്ടിയത്. നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ള നമ്പർ നോക്കിക്കോ. ഇപ്പൊ 5175 കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരു 75 ഒരു 79 അടിച്ചു നോക്കി നോക്കാം. 5179 നമ്പർ അടിച്ചു നോക്കി നോക്കാം. അങ്ങനെ അടിച്ചിട്ട് വരുന്നുണ്ടോ? ഇല്ല. കണ്ട 5179 നമ്പർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5178 അടിച്ചു നോക്കാം. അപ്പോഴും അത്രയും നമ്പർ ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് 5177 അടിച്ചു നോക്കാം. എന്താ അത്ര നമ്പർ ഇല്ല. ഇത് അത്രയും നമ്പറുകൾ ഇതിൽ ജനറേറ്റ് ചെയ്ത് വരും, പക്ഷെ ഇത്ര നമ്പർ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ എത്ര നമ്പറാണ് ഉള്ളതെന്ന് വെച്ചാൽ 5175 ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് 76 അടിച്ചാലോ? നോക്കി 77 അടിച്ചു വന്നില്ല. ഇവിടെ ഒരു നമ്പർ കൂട്ടി 5176 അടിച്ചപ്പോ വന്നു. അതായത് 5179 അടിച്ചു വന്നില്ല, 78 അടിച്ചു വന്നില്ല, 77 അടിച്ചു വന്നില്ല. അതായത് എത്ര നമ്പറാണോ ഉള്ളത് അത്രയും നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തപ്പോൾ അത് വരികയും ചെയ്തു. അപ്പൊ ഇതിൽ പറയുന്നത് കറക്റ്റായിട്ട് 5176 നമ്പർ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടാ, ഈ 5176 നമ്പറാണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് കാണിച്ചു തന്നുള്ളത്. തലങ്ങനെയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നുള്ളത്. റാൻഡം ആയിട്ടാണ് കാണിച്ചു തന്നുള്ളത്. കണ്ട, തുടർച്ചയായിട്ടുള്ള ക്രമപ്രകാരമുള്ള നമ്പർ അല്ല. 3740 കഴിഞ്ഞ് എടുത്തത് 4448. അപ്പൊ അങ്ങനെ റാൻഡം ആയിട്ട് അങ്ങനെ കാണിച്ചിരുന്നത്. അപ്പൊ ഇത്രയും നമ്പർ ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ 5176 കാണിക്കുന്നത്. ഒരു നമ്പർ കൂട്ടിയടിച്ച് 77 അടിച്ചാൽ പോലും വരുന്നില്ല. കറക്റ്റ് നമ്പർ 76 തന്നെയാണ്. കണ്ട, 77 അടിച്ചിട്ട് ഇവിടെ 5177 അടിച്ചിട്ട് വന്നില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള നമ്പർ എത്രയാ? കറക്റ്റ് ആയിട്ടുള്ള നമ്പർ 76. 5176. 77 അടിച്ചിട്ട് വന്നിട്ടില്ല. അപ്പൊ കാൽക്കുലേറ്ററിലാണെങ്കിൽ 5175. അപ്പൊ അതിലാണെങ്കിൽ ഈ 18ന്റെ നമ്പറാണ് കാണിക്കുന്നത്. അതായത് 5175. ഇതിൽ വന്നപ്പോ 5176 കാണിക്കുന്നത്. 5176 കാണിക്കുന്നത്. അപ്പൊ നമ്മള് മുന്നേ പറഞ്ഞിട്ടുണ്ട് ചില നമ്പറുകൾ, ഒരു നമ്പർ ലാസ്റ്റ് നമ്പർ ഇപ്പൊ 5175 വരുന്നു, അതിനുശേഷം 5176 വരുന്നു. അല്ലെങ്കിൽ 5176 അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ കുറഞ്ഞിട്ട് 5175 വരുന്നതിന്റെ ഒരു കഥ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഓക്കെ, മുന്നേ പറഞ്ഞു തന്നുണ്ട്. അപ്പോ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇവിടെ ഒരു നമ്പർ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിപ്പോ ഇവിടെ 22ന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അപ്പൊ ഏതൊരു നമ്പറും ഇപ്പോ 7640, അതായത് 7642 നമ്മള് 2467 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 5175 കാൽക്കുലേറ്ററിലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് 5176. അതായത് ഈ അവസാനത്തെ നമ്പർ ഒന്ന് കൂടുതലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു നമ്പറിനെ നമുക്ക് എത്ര പ്രാവശ്യം തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും? ഈ ഒരു നമ്പറിനെ എത്ര പ്രാവശ്യം തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും നമുക്ക്?
12 പ്രാവശ്യം തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും 12 പ്രാവശ്യം തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും നമുക്ക് ഇല്ലേ. അപ്പൊ അതായത് 2 നമ്പർ ഉള്ളതുകൊണ്ട് 12 പ്രാവശ്യം തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ തിരിച്ചു മറിച്ച് എങ്ങനെ എഴുതിയാലും എന്ത് ചെയ്യാം, ഈ നമ്പർ 18ന്റെ നമ്പർ തന്നെയാണ്. അപ്പൊ ഇത് എങ്ങനെ വന്നാലും ഇപ്പൊ 55 17 വന്നാലും നോക്കിയാൽ നിങ്ങൾ 55 17 വന്നാലും നമ്പർ ഇത് തന്നെയാണ്. പക്ഷെ ലാസ്റ്റ് നമ്പർ ഇവിടെ 7 ആണെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വരിക, ഇവിടെ 8 ആയിരിക്കും അല്ലെ. അപ്പൊ ഈ നമ്പർ എങ്ങനെ തിരിച്ചു മറിച്ച് ചെയ്താലും ലാസ്റ്റ് നമ്പർ പറഞ്ഞാൽ കൂടിയിട്ടേ വരുള്ളൂ ഈ ആപ്ലിക്കേഷനിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിനെ നമുക്ക് മൊത്തം കൂട്ടി എഴുതി നോക്കാം. 51 75 എന്തായാലും ഇത് തിരിച്ചു മറിച്ച് എങ്ങനെ എഴുതിയാലും ഈ അറ്റത്ത് വരുമ്പോൾ ഒരു നമ്പർ കൂടിയിട്ടേ വരുന്നുള്ളൂ. അപ്പൊ ഈ 18ന്റേതായ നമ്പറും 9ന്റേതായ നമ്പറും 27ന്റെ നമ്പറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു നമ്പർ കൂട്ടിയിട്ട് നോക്കാം. ഇത് 5 ആണെങ്കിൽ ഇവിടെ 6ഉം, ഇത് 1 ആണെങ്കിൽ ഇവിടെ 2ഉം, ഇവിടെ 8ഉം, ഇവിടെ 6 ഇട്ട് നോക്കാം. 62 86 ഇങ്ങനെയുണ്ട്. ഈ 62 86 എന്ന് പറഞ്ഞ നമ്പർ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 6ഉം 8ഉം 2ഉം 10 16 16ഉം 6ഉം എത്രയാ 22. 16ഉം 6ഉം എത്ര 22 കണ്ടാ. അപ്പൊ ഒരു 18ന്റെ നമ്പറോ ഒരു 9ന്റെ നമ്പറോ ഒരു 27ന്റെ നമ്പറോ, നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് 9ന്റെ നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ കൂട്ടി 10ന്റെ നമ്പർ ഓർമ്മ ഉണ്ടാ. 18ന്റെ നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ കൂട്ടി 19ന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ 27ന്റെ നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ കൂട്ടിയിട്ട് അത് 28ന്റെ നമ്പർ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ലാസ്റ്റ് നമ്പറാണ് എപ്പോഴും ഒരു നമ്പർ കൂട്ടിയിട്ട് 10ന്റെ നമ്പറോ, അതായത് ഒരു 9ന്റെ നമ്പർ ആണെങ്കിൽ അത് 10ന്റെ നമ്പർ ആയിട്ട് അടിക്കുന്നുണ്ട്. ഒരു നമ്പർ കൂട്ടി അടിക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞടിക്കുന്നുണ്ട്. 18ന്റെ നമ്പർ ആണെങ്കിൽ ഒരു നമ്പർ കൂട്ടി 19 നമ്പറിലേക്ക് അടിക്കുന്നുണ്ട്. 27 ആണെങ്കിൽ പിന്നെ 28 ആയിട്ട് അടിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഇത് ഇതുപോലെ 9ന്റെ 27ന്റെ 18ന്റെ നമ്പറിൽ നിന്നാണ് 60 84 എന്ന് വിചാരിക്കുക. 60 84 എന്ന് പറഞ്ഞൊരു നമ്പർ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു നമ്പർ കൂട്ടി 7 എടുക്കാം, ഒരു നമ്പർ കൂട്ടി 1 ഇടുക, ഇവിടെ ഒരു നമ്പർ കൂട്ടി 9 ഇടുക, ഒരു നമ്പർ കൂട്ടി ഇടാണ്ട 71 95. ഇതൊരു 18ന്റെ നമ്പറാണ്. ഇതുപോലെ ഒരു നമ്പർ കൂട്ടി കഴിഞ്ഞാൽ 71 95. ഈ നമ്പർ മൊത്തം കൂട്ടി കഴിഞ്ഞാൽ 9 1 10 17 5 22 ഉണ്ടാ 22 കിട്ടി. അതേസമയം നമ്മളൊരു 9ന്റെ നമ്പർ ആണെങ്കിലോ 62 10 ഇതൊരു 9ന്റെ നമ്പറാണ്. ഏതോ ഒരു നമ്പർ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ, അതായത് വലുതിൽ നിന്നും ചെറുതിലേക്ക് മൈനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 6210 കിട്ടും. കാരണം ഒരു 9ന്റെ നമ്പറോ 18ന്റെ നമ്പറൊക്കെ കിട്ടുള്ളൂ എന്തായാലും. ഈ നമ്പറാണ് കിട്ടുന്നതെങ്കിലോ ഇതൊരു 9ന്റെ നമ്പറാണ്, 18ലേക്ക് എത്തുന്നില്ല. അപ്പോഴും നമ്മൾ നോക്കിക്കോ, 7 ഒരു നമ്പർ കൂട്ടിയിട്ടാ, ഇവിടെ ഒരു നമ്പർ കൂട്ടുമ്പോൾ 3, ഒരു നമ്പർ കൂട്ടുമ്പോൾ 2, ഇവിടെ ഒരു നമ്പർ കൂട്ടുമ്പോൾ 1. ഇനി ഇത് കൂട്ടി നോക്കി 7 3 10 12 13 കണ്ട. ഒരു 9ന്റെ നമ്പർ ആണെങ്കിൽ 13. മനസ്സിലായില്ലേ? ഒരു 18ന്റെ നമ്പർ ആണെങ്കിൽ 22. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് 13ഉം 22ഉം. ഒരു 4 നമ്പർ കൂട്ടുമ്പോൾ 13ന്റേതായ നമ്പർ, ഒരു 4 നമ്പർ കൂട്ടുമ്പോൾ 22ന്റെ നമ്പർ, പിന്നെ ഒരു 4 നമ്പർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യാം, ഒരു 27ന്റെ നമ്പറാണെന്ന് വിചാരിച്ചോ. അതിലൊരു 4 കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്, ഒരു 4 നമ്പർ നമ്മൾ കൂട്ടുമ്പോൾ 27 ആണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ നമ്മൾ ആക്കി കഴിഞ്ഞാൽ അവിടെ 31 കിട്ടുന്ന ഒരു നമ്പറാണ് കിട്ടുക. 4 നമ്പർ കൂട്ടുമ്പോൾ 31. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഒരു 4 നമ്പറും കൂട്ടുമ്പോൾ 13 22 31 ഇങ്ങനെയുള്ളൊരു മെത്തേഡ് നിങ്ങൾ നോക്കി നോക്ക്. ഒരു 4 നമ്പർ കൂട്ടുമ്പോൾ 22, ഒരു 4 നമ്പർ കൂട്ടുമ്പോൾ 13, ഒരു 4 നമ്പർ കൂട്ടുമ്പോൾ 31 കിട്ടുന്ന നമ്പറുകൾ നോക്കി നോക്ക്. കാരണം അതിൽ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞാണ് ഈ നമ്പറുകളിലേക്ക് വരുന്നത്. ഓക്കെ. ഈ 60 84 ഞാൻ എന്താ പറയാ, 60 84 ഞാൻ ഇതേണ്ട ഇതിവിടെ അല്ലേ, ഈ 60 84 ഞാൻ ഇതുപോലെ നോക്കിയതാണ്. ഓക്കെ. ഇതുപോലെ നോക്കിയിട്ട് നമ്മൾ ഇതെന്തുകൊണ്ട് അങ്ങനെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണുന്നത് ഇപ്പൊ 20 94 ഞാൻ കാണിച്ചില്ല. ഞാനത് ഇതുപോലെ നോക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു നമ്പറാണത്. നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇന്ന് പോയിട്ട് കുറച്ച് ടിക്കറ്റുകൾ നോക്കിയിട്ട് നാളെ പോയി എടുത്താൽ കിട്ടണമെന്നില്ല. നമ്മളെപ്പോഴും കുറച്ച് നാൾ ബാക്കിലേക്ക് പോയിട്ട് അങ്ങനത്തെ ഒരു നമ്പർ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ട് അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പർ കണ്ടാലും എടുക്കും. അത്രയും അങ്ങനെ കണ്ടെടുത്തിട്ടുള്ളതാണ് ഇത് ഞാൻ കാണിച്ചില്ല. 20 94 20 94 എന്ന് പറയുമ്പോൾ ഈ നമ്പറിനെ വലുതിൽ നിന്ന്, അതായത് 94 20 അല്ലെ, കിഴിക്കണം 249 ഇവിടെ വന്നിട്ടുള്ള നമ്പർ വേണ്ട. നിങ്ങൾ ഈ ഒരു നമ്പർ വന്നിട്ടുള്ള 91 71 ഈ നമ്പർ കൂട്ടിക്ക് 9 1 10 17 18 ഇങ്ങനെയുള്ള നമ്പർ കണ്ട. കറക്റ്റ് 18 നമ്പർ വരുന്നുണ്ട്. അപ്പൊ 91 71 അല്ലെങ്കിൽ 91 72 ഒരു നമ്പർ കൂട്ടി അടി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ 91 71 ഞാൻ കാണിച്ചില്ല. ഇതിൽ നിന്ന് നേരെ 91 71 വന്നിട്ടുള്ളത് കാണിച്ചു. ഇത് കണ്ടില്ലേ, 20 94 29-ാം തീയതി ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് 91 71 ഇവിടെ അടിച്ചിട്ടുണ്ട്. 9-ാം തീയതിയിൽ കാരുണ്യയിലാണ് അങ്ങനെ കിട്ടിയൊരു നമ്പറാണിത്.
അപ്പൊ ഈ നമ്പർ ഏത് നമ്പർ അങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 2094 എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഇതേണ്ട 2094. ഈ 2094 നമ്മൾ ഇതിൻ്റെതായ രീതിയിൽ എഴുതി വെച്ചിട്ടുള്ള നമ്പറാണിത്. ഇങ്ങനെയുള്ള നമ്പറുകളിൽ സെലക്ട് ചെയ്യണം കൂടുതലും. വേറെ നമ്പറുകളും വരുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള നമ്പറുകളിൽ പ്രത്യേകിച്ച് വരുന്നുണ്ട് വേഗം. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ വേറൊരു നമ്പർ കാണിച്ചു തരാം. ഈ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന നമ്പറിനെ ആണെങ്കിൽ എന്തായാലും 6 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. അപ്പോൾ 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ നോട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനത്തെ നമ്പറുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ നമ്പറുകൾ എഴുതി വെച്ചിട്ടുള്ളതാണത്. ഇതിൽ തന്നെ ഒരുപാട് പ്രൈസുകളൊക്കെ വന്ന് പോകുന്നുണ്ട്. കണ്ട 3642 ഇതൊക്കെ ഇതിലുള്ള നമ്പറാണ്. 3642 ഒരുപാട് നമ്പറുകൾ അടിച്ചു പോയി. 1086 അടിച്ചു പോയിട്ടുണ്ട്. കുറെ നമ്പറുകൾ ഇങ്ങനെ അടിച്ചു പോയിട്ടുണ്ട് അതിലത്തെ. അപ്പൊ അത് നമ്മൾ എഴുതി തുടങ്ങിയിട്ടുള്ള എഴുതിയിട്ടില്ല, ഇനി എഴുതാനുണ്ട് കുറെ. ഒരു അങ്ങനത്തെ നമ്പറുകൾ ഒരുപാട് വരുന്നുണ്ട്. അത് ഇതല്ലേ, ഇതൊന്നും എഴുതി അവസാനിച്ചിട്ടില്ല, എഴുതണുള്ളൂ. 1074 ഫസ്റ്റ് പ്രൈസിൽ എവിടെയാ കണ്ട പോലെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ നമ്പറുകളൊക്കെ എഴുതി എടുക്കാനുണ്ട്. ഇങ്ങനത്തെ നമ്പറുകളിൽ നിന്നാണ് ഞാനത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെയും വേറെ നമ്പറുകളിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എടുത്ത നമ്പറാണ് 6084. 3 ഞാൻ എടുത്തു, പക്ഷെ ശ്രീശക്തിയിൽ അടിച്ചില്ല. അത് അതിന്റെ പിറ്റേ ദിവസം തന്നെ ലക്ഷ്മിയിലാണ് 6084 വന്നത്. കാരണം 9171 വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തായാലും ഇത് വരുന്നു തോന്നി. നമ്മൾ ഒരാഴ്ച നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് അത് എടുക്കുന്നത്. അപ്പൊ അതുപോലെ ഒരാഴ്ച മുന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, കണ്ടാൽ മാത്രം അങ്ങനത്തെ ടിക്കറ്റ് എടുക്കുക. അല്ലാതെ വെറുതെ പോയിട്ടൊരു നമ്മൾ ഇന്നത്തെ റിസൾട്ട് എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഓടിപ്പോയി അങ്ങനത്തെ ടിക്കറ്റ് എടുക്കരുത്. ചിലപ്പോൾ അതൊന്നും വരണമെന്നില്ല. അതൊക്കെ നോട്ട് ചെയ്യണം, കുറെ നാൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വരുന്നതാണ്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പോ ഇതിൽ നോക്കാം നമുക്ക്. ഇപ്പൊ 3642 ആണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ ആ ഒരു നമ്പർ 3642 ആകുമ്പോൾ 64 32 32 കിഴിക്കണം 23 46 40 വന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ 40 86 എന്ത് ചെയ്യാം, കാണിച്ചുതരാം. അതെ, ഈ 4086 എന്ന് പറഞ്ഞ നമ്പർ ഇത് വേണ്ട. ഇവിടെ ഒരു നമ്പർ കൂട്ടിയിട്ട് 5, ഒരു നമ്പർ കൂട്ടിയിട്ട് 1 ഇടാം. ഇവിടെ ഒരു നമ്പർ കൂട്ടി കഴിഞ്ഞാൽ 9 വരുന്നു. ഇവിടെ ഒരു നമ്പർ കൂട്ടി കഴിഞ്ഞാൽ 5197 നമ്പർ നമുക്ക് ഇടുന്ന നമ്പർ. അപ്പൊ ഇത് നമ്മൾ എന്താണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, 9-ാം തീയതിയിൽ അടിച്ചിട്ടുള്ള നമ്പർ ആട്ടാ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതുവരെ 5197 വന്നിട്ടില്ലെങ്കിൽ നമുക്ക് 5197 കണ്ടെടുക്കാം. കാരണം 9 10 17 22ലേക്കാണ് വരുന്നത്. കണ്ട, ഇതൊരു 18 ആയതുകൊണ്ടാണ് കേട്ടോ കറക്റ്റായിട്ട് 22ലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് നമ്പർ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇങ്ങനെ. അതുപോലെ 4086 എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 4087. ഒരു നമ്പർ കൂടുന്നുണ്ടല്ലോ ചില നേരത്ത്. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഇങ്ങനെയുള്ള നമ്പർ 22ന്റെ നമ്പർ ഇങ്ങനെയുള്ള കണ്ടെത്താൻ പറ്റും നമുക്ക്. ഇനി ഞാൻ കാണിച്ചു തരാം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതില്. അതുപോലെ ഈ നമ്പറുകൾ നമ്മൾ നോക്കി എഴുതി വെച്ചിട്ടുള്ളൂ. ഇതിൽ നമുക്ക് ഇനി കുറെ എഴുതാനുണ്ട്, എഴുതിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇതിൽ കുറെ നമ്പറുകളൊക്കെ വന്നു പോയിന്നേ, കുറെ നമ്പറുകളൊക്കെ വന്നുപോയി. ഇത് എന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളതൊന്നും കണ്ടുപിടിക്കാണ്ട് കുറച്ച്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേണ്ട, ഇത് ഈ 181 കണ്ടോ, ഈ 181 ഒരു പ്രൈം നമ്പറാണ്. അപ്പൊ ഒരു 3 പ്രൈം നമ്പറുകളിൽ ലാസ്റ്റ് 6 അല്ലെങ്കിൽ 9 വരുമ്പോ ഈ സാധനം അടിക്കുന്നുണ്ട്. ഇപ്പൊ 181 ഇൻറ്റു ഞാൻ കാണിച്ചില്ല, 181 ഇൻറ്റു 6 അടിച്ചു കഴിഞ്ഞാല്, കാരണം ഒരു പ്രൈം നമ്പറിൽ നിന്നാണ് ഇത് കൂടുതലും വരുന്നത്. 181 ഇൻറ്റു 6 അടിച്ചു കഴിഞ്ഞാൽ കണ്ട 1086 കണ്ട 1086ലേക്ക് വന്നുള്ളത്. ഇങ്ങനെ ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടെങ്കിൽ ആ നമ്പർ അടി വരുന്നുണ്ട്. 1086 5000 15-ാം തീയതി അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 15 16 അല്ല 15 അല്ല, അതിന്റെ റിസൾട്ട് എന്റെ കയ്യിലില്ല. 1086 5000 അടിച്ചു പോയ നമ്പറാണ് അത്. ഇതുപോലുള്ള 3 നമ്പർ ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ അതിനെ 6 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നേരെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്പറിലേക്ക് എത്തുകയാണെങ്കിൽ ആ നമ്പർ കറക്റ്റായിട്ട് അടി വരുന്നുണ്ട്. അങ്ങനത്തെ കുറെ നമ്പർ അടിച്ചു പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല. 3642 അതിലുള്ളതല്ലേ. ഇത് 2580 20 22 ഒക്കെ നമ്മളിതിൽ എഴുതി വെച്ചിട്ടുള്ള നമ്പർ തന്നെയാണ്. 20 22 2580 കാണണല്ലോ. 2580 2058 2058 ഉണ്ടായിരുന്നു. 2058
37 14 34 98 34 98 37 14 ഇതൊക്കെ ഇതിലുള്ളതാണ് കണ്ട 37 14 34 98 അങ്ങനെ ഒരുപാട് നമ്പറുകൾ അടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ 3 നമ്പർ പ്രൈം നമ്പർ ആണെങ്കിൽ 157 ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, നേരെ 6 കൊണ്ട് ഗുണിക്കുക. അപ്പൊ വരുന്ന നമ്പറാണ് ഇതിലേക്ക് എത്തുന്നതെങ്കിൽ കറക്റ്റായിട്ട് അടി വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ എഴുതിയതിന് ശേഷം വീഡിയോ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്പർ എഴുതി പൂർത്തിയായിട്ടില്ല. അപ്പൊ 22ന്റെ ഒരു കാര്യം പിടിയിട്ടില്ലേ, 22ന്റെ ഒരു കാര്യം പിടിയിട്ടില്ലേ, ഒരു 4 അക്ക നമ്പർ നമ്മൾ ഇപ്പൊ 92 76 എന്ന് പറഞ്ഞൊരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാം, 92 76 ഇതിൽ വന്നിട്ടുള്ളൊരു നമ്പറാണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ നമ്പർ എത്രയാണ്, 97 62 മൈനസ് ചെയ്യുക 26 79 ചെയ്താൽ നമുക്ക് 70 83 ഇതേ നമ്പർ തന്നെയാണ് കണ്ട 70 83. ഈ 70 83 നമ്മൾ എന്ത് ചെയ്യാം, ഒരു നമ്പർ കൂട്ടുക. 70 83 കണ്ടാൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതിനെ 8 ആക്കുക, ഒരു നമ്പർ കൂട്ടി 8 ഇടുക, 1 ഇടുക, അതുപോലെ ഇവിടെ 9 ആക്കുക, ഇവിടെ 4 81 94 എന്ന് പറഞ്ഞൊരു നമ്പറായി 81 94. ഇനി നമുക്കിത് കൂട്ടിക്കഴിഞ്ഞാൽ അറിയാം 9 9 18 4 22 ഇങ്ങനെയാണ് 22ലേക്ക് എത്തുന്നത്. ഓക്കെ, ഏകദേശം ഇതൊരു 9ന്റെ നമ്പർ ആണെങ്കിൽ 13ന്റെ നമ്പറിലേക്കാണ് എത്തുക. ഒരു 31ന്റെ ഒരു 27ന്റെ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അവിടെ 31ന്റെ നമ്പറിലേക്കാണ് എത്തുക. ഇതാണ് സംഭവം 22ന്റെ. അപ്പൊ അത് ഇങ്ങനെ നമ്പർ കണക്കൂട്ടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ ഇതിൽ നിന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഈ ഒരു നമ്പർ വന്നിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് 81 94 കണ്ടെടുക്കാം, വന്നിട്ടില്ലെങ്കിൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ റിസൾട്ട് പോയി എടുത്തിട്ട് അങ്ങനെ നമ്പർ കളക്ട് ചെയ്തിട്ട് വരണമെന്നില്ല. നമ്മൾ എപ്പോഴും ഒരാഴ്ചത്തെ റിസൾട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഒരാഴ്ചത്തെ റിസൾട്ട് ബാക്കിലേക്ക് പോവുക, എന്നിട്ട് ഇവിടുന്ന് ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക, 63 94 സെലക്ട് ചെയ്യുക. ഇപ്പൊ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക, 63 94 നമുക്ക് നോക്കി നോക്കാം. 63 94 എന്ന് പറയുമ്പോൾ 96 43 96 43 കിഴിക്കണം 3 4 6 9 കണ്ട ഇവിടെ 61 74. ഈ 61 74 നമ്മൾ ഇത്രയും ടിക്കറ്റ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോയി എടുക്കുന്നത്. അപ്പൊ 61 74 ഇവിടുന്ന് ഇതിന് ശേഷം അടിച്ചിട്ടുണ്ടോ നോക്കുമ്പോൾ നോക്കി നോക്കാം. 61 74 വന്നുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം. വേണ്ട 61 74. അപ്പൊ നമ്മൾ അവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടേക്കാണ് അടിക്കുന്നത് 61 74 കണ്ട. പിന്നെ 61 74 നമുക്ക് കണ്ടാലും എടുക്കാം, അതിപ്പോ വന്നു പോയിട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ ആ 61 74 എന്ത് ചെയ്യാം, 7 2 8 5 കണ്ട 72 85. എനിക്ക് തോന്നുന്നു 5072 85 വന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. 72 83 ഒക്കെ 2000 അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ നോട്ട് ചെയ്തിട്ട് 72 85 എടുത്താണ്. പക്ഷെ അന്ന് അടിച്ചത് 72 83 ആയിരുന്നു 2000. എനിക്കൊന്ന് കാശ് മിസ്സായി, കുറച്ച് ഭാഗ്യമൊക്കെ വേണമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ ബൈ, സി യു. നിങ്ങൾക്ക് കാര്യം പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. സമയം ഒരുപാട് അതിക്രമിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്പറുകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ബാക്കോട്ട് പോവുക, നമ്പർ സെലക്ട് ചെയ്ത് പോരുക. ആ നമ്പർ ഇത്രയും ദിവസം അടിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ആ നമ്പർ കണ്ടാൽ എടുക്കാന്നല്ലാതെ ഓടി തെരഞ്ഞ് കണ്ടുപിടിച്ചെടുക്കാൻ ഞാൻ പറയുന്നില്ല. അങ്ങനെ എടുക്കുകയും ചെയ്യരുത്, വെറുതെ കാശ് കളയരുത്. അപ്പൊ ഓക്കെ, ബൈ ബൈ, സി യു. അടുത്തൊരു വീഡിയോയിൽ കാണാം.